ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഒരു കുഞ്ഞനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, രക്തക്കണ്ണീരിൻ്റെ ജപമാല 7 ദിവസം 7 നിയോഗങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതെത്ര പേര് സീരിയസ് ആയിട്ട് എടുത്തു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് അതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് അത്യാവശ്യം നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളാണ്. നമ്മളതൊരിക്കലും ഒരു കുറവല്ല. കാരണം നമുക്കറിയാമല്ലോ, എല്ലാവർക്കും ഒരുപാട് ബലഹീനതകളുണ്ടല്ലേ. അപ്പോൾ ദൈവം നമുക്ക് തരുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലേ. പക്ഷേ ഉപദ്രവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലാണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ രക്തക്കണ്ണിൻ്റെ ജപമാല ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഈ നിയോഗം വെച്ചിട്ട് അമ്മയോട് പ്രാർത്ഥിച്ച 3 ദിവസങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഈ വ്യക്തിയിലുള്ള പൈശാചിക അരൂപിയെ ശരിക്കും അനുഭവിക്കാനായിട്ട് ഇടവന്നു. ഭയങ്കരമായിട്ട് വയലൻ്റായ ഒരു എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ വയലൻ്റ് ആവുന്ന ഒരാളല്ല. പക്ഷേ പൈശാചികമായിട്ടുള്ള ഒരു അരൂപി ഈ മനുഷ്യനെ ഞാൻ കാണുകയുണ്ടായി. ഈ അരൂപി എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, നീ നിൻ്റെ പ്രാർത്ഥന അവസാനിപ്പിക്കണം. നിങ്ങൾക്കറിയാമോ, നീ നിൻ്റെ പ്രാർത്ഥന അവസാനിപ്പിക്കണം. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തോട് പറയാൻ പറ്റത്തില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ ഈ അരൂപിക്കറിയാം. പ്രിയപ്പെട്ടവർ, ഞാൻ പ്രാർത്ഥന നിർത്തിയില്ല. ഇതിൻ്റെ പീഡനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു, പ്രലോഭനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ വളരെ